പാറോപ്പടി ഷാപ്പ്. അതായത് 10-30 കൊല്ലമായി തന്നെ കള്ള് ഷാപ്പായിരുന്നു. ഇപ്പോൾ വിത്ത് ഇപ്പോൾ 3-4 കൊല്ലമായിട്ട് റെസ്റ്റോറൻറ്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കണ്ട മെനു കണ്ടില്ലേ, ചിക്കൻ കാന്താരി, ചിക്കൻ വരട്ടി, ചിക്കൻ 65, നാടൻ ചിക്കൻ റോസ്റ്റ്, ബീഫ് വരട്ടി, ബീഫ് എന്താ ബീഫ് ഇടിച്ചത്, ബീഫ് ലിവർ റോസ്റ്റ്, പോർക്ക് വരട്ടി, പോർക്ക് ചില്ലി, കൂന്തർ റോസ്റ്റ്, എരുന്ത് ഫ്രൈ, കസ്റ്റർ റോസ്റ്റ്, ഡക്ക് റോസ്റ്റ്, ഡക്ക് വരട്ടി, മട്ടൻ ബോട്ടി, ചിന്നമുട്ട, അങ്ങനെ എന്തൊക്കെയോ ഐറ്റങ്ങളെല്ലാം ഉണ്ട്. വാ 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 കോൺ. എവിടെയെന്നല്ലേ ഇതല്ലേ നമ്മളെ കോഴിക്കോട്, അതായത് കുറേ തീറ്റപ്രാന്തമായിട്ടുള്ള നാട്. ഞാനും കോഴിക്കോട്ടുകാരനാണ്. ഞങ്ങളെ മെയിൻ പരിപാടി എന്താ വെച്ചാൽ ഭക്ഷണം കഴിക്കുക. അത് ഓരോ ദിവസവും ഓരോ വെറൈറ്റി ഫുഡാണ് നമ്മൾ പുറത്തിറക്കുന്നത്. ഷാപ്പിലെ ഫുഡ് എന്ന് പറയുന്നത് നല്ല തലക്കറീൻ്റെ ഒക്കെ അടിപൊളി മണം കിട്ടുന്നുണ്ട്. തലക്കറി ഉണ്ട്, ചെമ്പല്ലി, അപ്പം, പ്രോൺസ്, ടൈഗർ പ്രോൺസ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും മെയിൻ വെറൈറ്റി ഐറ്റം ഇവർ പറയുന്നത് പാൽക്കപ്പയാണ്. ആ പാൽക്കപ്പയിൽ ചമ്മന്തി, ഇതാണ് പാൽക്കപ്പ. ആ പാൽക്കപ്പയിൽ ലേശം മുളക് ചമ്മന്തി കേട്ടോ. നമ്മുടെ ഇവിടെ കോഴിക്കോട് ചീരാമുളക് എന്ന് പറയും. അതും കൂട്ടിയുള്ള പാൽക്കപ്പ നോക്കട്ടെ. ചമ്മന്തി ഭയങ്കര കേട്ടോ. പിന്നെ അതുകൊണ്ട് ഒരു വെറൈറ്റി ആണ് ചിരട്ടപ്പുട്ട്. അങ്ങനെ ഒട്ടനവധി വെറൈറ്റി ഡിഷസ് ഉണ്ട്. വന്നാൽ കഴിച്ച് പോകുന്ന നിങ്ങൾക്ക്. അപ്പം ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. നേരെ ഇനി കഥ അടുക്കളയിൽ പോയി പറയാം. അടുക്കളയാണ് കൂടുതൽ വിശേഷങ്ങളുള്ളത്. വാ കാമോ. ഈ പിടക്കണ ചാള, പിടക്കണ മത്തിന്ന് കേട്ടില്ല, അതുപോലെ പിടക്കണ ഞണ്ട്, അത് ഭയങ്കര വലിപ്പാട്ടോ. ചെറിയൊരു പേടിയുണ്ട്, പക്ഷെ എന്നാലും എടാ കടിക്കുവോ? പൊറിഞ്ചോറേൻ ജോസിൽ ചെമ്പവിനോദം വരുന്നില്ലേ പടക്കം കച്ച, അതേപോലെ കണ്ടോ 2 കയ്യിലും ഞണ്ടിനെ വേണമെങ്കിൽ അയ്യോ അത് കടിക്കും കേട്ടോ. ഇതവർ പെപ്പറാക്കും, ഫ്രൈ ആക്കും, തവയാക്കും. എങ്ങനെയുണ്ട്? സെറ്റപ്പ് ആണല്ലോ അല്ലേ? ചാമ്പിക്കോ? ചേട്ടാ ഇത് ലോബ്സ്റ്ററാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് വരുന്നത്. ലോബ്സ്റ്റർ ഇത് പച്ച മസാല വരുന്നുണ്ട്, പിന്നെ ഇത് സെമി ഗ്രേവി ടൈപ്പിൽ വരുന്നുണ്ട്. നമ്മൾ ഷാപ്പിലേക്ക് കയറുമ്പോൾ തന്നെ സ്പൈസി ആയിരിക്കുള്ള എല്ലാം ഫോക്കസ് ചെയ്യുക. അതിൻ്റെ ഫോക്കസ് വിട്ടിട്ട് ഏത് കൺസിസ്റ്റൻസിയും ഏത് മിൽക്ക് കണ്ടന്റിലാണോ അതോ ജ്യൂസിനെസ്സിലാണോ വേണ്ടി നോക്കിയിട്ട് നമ്മൾ പ്രിപ്പറേഷൻ ചെയ്ത് കൊടുക്കുന്നതാണ്. ഗസ്റ്റ് എങ്ങനെയാണോ പറയുന്നത് ആ ബേസ് നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കുന്നത്. ആ മിൽക്കിൽ ചെയ്യും, പാലൊഴിച്ചും ചെയ്യുന്നുണ്ട്, പിന്നെ പെപ്പർ ആയിട്ടും ചെയ്യുന്നുണ്ട്, പിന്നെ ഇത് റോസ്റ്റ് ടൈപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ റെസ്റ്റോറൻ്റായിട്ട് കുറേ തുടങ്ങിയിട്ട് ഒരു 1 ഇയറിൽ പുറമേ ഉണ്ടാവും. ആദ്യം ഷാപ്പ് മാത്രമായിരുന്നു. പിന്നെ ഇവിടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ലെവലിൽ എത്തിയിരിക്കുന്നത്. 9 മണിക്ക് ഓപ്പൺ ആവും. 9 to 9 ഇവിടുത്തെ ഡെഡിക്ക് ടൈം. ഇത് ചെമ്പല്ലി, നമ്മളെ ചെമ്പല്ലി തവയുണ്ട്, പൊള്ളിച്ചതുണ്ട്. നമ്മൾ ഇവിടെ ഉള്ള പൊള്ളിച്ചതാണ് മെയിനായിട്ട് മൂവിങ് ഉള്ളത്. പിന്നെ ടൈഗർ ഫ്രോൺസും വരും. പിന്നെ ഇത് മീഡിയം ഫ്രോൺസ് 20 കൗണ്ടേഴ്സ് വരുന്ന ഏത് മീഡിയം ഫ്രോൺസും വരും, ഒരു പോർഷൻ ബേസ് ആയിട്ട്. ഇതാണ് നമ്മളെ ഷാപ്പിലെ കള്ളും കറിയും. കളിയൊരു കാരണവശാലും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല, പക്ഷേ ഭക്ഷണത്തെ കാര്യത്തിൽ ഗംഭീരമാണ്. ഒന്നത് കോഴിക്കോടത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, കോഴിക്കോട്ടുകാർ എന്ന് പറഞ്ഞാൽ ഭക്ഷണപ്രിയരാണ് മെയിനായിട്ട്. അപ്പോൾ വന്ന അടിപൊളി ഫുഡ് കഴിച്ചിട്ട് പോവാം. എന്തായാലും ലൊക്കേഷൻ പറയുകയാണെങ്കിൽ കൃത്യമായി പറയുകയാണ്, മലാപ്പുറത്ത് നിന്ന് വരികയാണെങ്കിൽ മലാപ്പുറത്ത് കുറച്ച് മുന്നോട്ട് വരുമ്പം, അതായത് വയനാട് റൂട്ടിൽ വരുമ്പോൾ ലെഫ്റ്റ് സൈഡ് കാണാം നമ്മുടെ സ്വന്തം പാറോപ്പടി ഷാപ്പ്. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും എന്തായാലും ബൈ.